ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു പ്രൊമോ റിവ്യൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം കൂട്ടുകാരെ. ലൈക്ക് മാത്രം ആരും അങ്ങനെ അടിക്കണമെന്ന് കാണാനില്ല. എന്തായാലും നമ്മുടെ രേവതിക്ക് സച്ചി മേടിച്ചു കൊടുത്ത ആ ഒരു സ്കൂട്ടി ആണെങ്കിൽ പോലീസുകാർ കൊണ്ടുവരികയാണ്. രേവതിയാണെങ്കിൽ ഈ സ്കൂട്ടി വഴിയോരത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ട് കൂട്ടുകാരിയുടെ കൂടെ പോയതാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പോലീസും സ്കൂട്ടിയും കൊണ്ടുപോയി. നമ്മുടെ രേവതിയാണെങ്കിൽ വഴിയിൽ നിൽക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്, ചേട്ടാ അവിടെ ആ സ്കൂട്ടി കണ്ടോ എന്ന് ചോദിക്കാനോട്ടോ അവിടെ വെച്ചത്. അപ്പോൾ അയാൾ പറയുകയാണ്, സ്കൂട്ടി ഇവിടെ ഉണ്ടായിരുന്നത് ആ ചുവന്ന വണ്ടിയല്ലേ, അത് ആ പോലീസുകാരൊക്കെ വന്ന് കൊണ്ടുപോയി എന്ന് പറയുന്നത്. രേവതി ആകെ മൊത്തം ഷോക്കായിട്ട് സച്ചിനാണെങ്കിൽ വിളിച്ച് വിവരങ്ങളൊക്കെ പറയണം. അങ്ങനെ സച്ചിയാണെങ്കിൽ ഓടിപ്പടഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വരുന്നുണ്ട് സുഹൃത്തുക്കളെ. പിന്നീടാണ് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ നീലിമ അവിടെ ബ്യൂട്ടി പാർലറുണ്ട്, വേഗം വന്ന് ഞാൻ പിടിക്കാമെന്ന് പറയണം. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഓടിപ്പടഞ്ഞ് വരികയാണ്. ഓടിപ്പടഞ്ഞ് വരുന്ന സമയത്ത് നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്കണ നീലിമേനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പിടിച്ചു വലിച്ച് അവിടെ ഇരുത്താണ്. നീ അവിടെ ഇരിക്കരുത്, നീ എവിടേക്കാണ് രക്ഷപ്പെടാൻ നോക്കണത്, മര്യാദയ്ക്ക് കാശ് മുഴുവനും തന്നോ, 50 ലക്ഷം രൂപയായിട്ട് നീ കടന്ന് കളഞ്ഞവളല്ലേ, മര്യാദയ്ക്ക് പൈസ തന്നോ, അധികം നീ വാചകം അടിക്കണ്ടെന്ന് പറയണം. അപ്പോൾ നീലിമ പറയണേ, എനിക്ക് തരാൻ സൗകര്യമില്ല, നീ എന്താ ചെയ്യാന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഈ പറയണ നീലിമയുടെ കവിളിൽ ഇങ്ങനെ അമർത്തി പിടിക്കാനാട്ടോ, മര്യാദയ്ക്ക് കാശ് താടി എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.